ശുക്രന്റെ സ്വാധീനമുള്ളവരും ഇച്ഛാശക്തിയുള്ളവരുമായ ഭരണി നക്ഷത്രക്കാർക്ക് 2026 സമ്മിശ്രവും എന്നാൽ നിർണായകവുമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. മേടക്കൂറിൽ ഉൾപ്പെടുന്ന നിങ്ങൾക്ക് കർമ്മബലദാതാവായ ശനി അതിന്റെ 12ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങളും അപ്രതീക്ഷിത ചെലവുകളും ദൂരയാത്രകളും ആവശ്യമായി വന്നേക്കാം. എന്നാൽ ഇതിന് വലിയൊരു ആശ്വാസമെന്നോണം വർഷമധ്യത്തിൽ വ്യാഴത്തിന്റെ ഗ്രഹസംക്രമണം നിങ്ങളുടെ 4ാം ഭാവത്തിലെത്തുന്നത് വലിയൊരു അനുഗ്രഹമാണ്. സാമ്പത്തിക ഭദ്രത, ഗ്രഹനിർമ്മാണം, മനസ്സമാധാനം എന്നിവയ്ക്ക് ഈ വ്യാഴമാറ്റം ശക്തമായ അടിത്തറയിടും. ചുരുക്കത്തിൽ 7.5 ശനിയുടെ തുടക്കം നൽകുന്ന വെല്ലുവിളികളെ 4ലെ വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം കൊണ്ട് ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുന്നതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയും ജാഗ്രതയോടെയും മുന്നോട്ട് പോയാൽ ഭൗതികവും ആത്മീയവുമായ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2026. 2026 ഭരണി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല വളരെ ചലനാത്മകമായിരിക്കും. 12ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം തൊഴിലിൽ ചില അനിശ്ചിതത്വങ്ങളോ മാറ്റങ്ങളോ കൊണ്ടുവന്നേക്കാം. എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് 11ാം ഭാവത്തിലെ രാഹു വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കൂടുതലാണ്. 12ാം ഭാവം ദൂരദേശവാസത്തെ സൂചിപ്പിക്കുന്നതിനാൽ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. ജോലി സ്ഥലത്ത് അമിത ജോലിഭാരം അനുഭവപ്പെടാം. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ ചിലപ്പോൾ കുറഞ്ഞേക്കാം. ഓഫീസ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. മേലധികാരികളുമായുള്ള ആശയവിനിമയത്തിൽ വ്യക്തത പാലിക്കണം. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പ്രൊമോഷനുകൾ വൈകിയേക്കാം. എങ്കിലും 2ാം പകുതിയിൽ വ്യാഴത്തിന്റെ അനുകൂല മാറ്റം മൂലം അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് 2026 സമ്മിശ്ര ഫലങ്ങളാണ് നൽകുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. വലിയ മുതൽ മുടക്കുള്ള പദ്ധതികൾ തുടങ്ങുന്നതിന് മുൻപ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. 12ാം ഭാവത്തിലെ ശനി അനാവശ്യ ചെലവുകളെ സൂചിപ്പിക്കുന്നതിനാൽ ബിസിനസ്സിലെ പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. എന്നാൽ IT, കയറ്റുമതി, ഇറക്കുമതി, ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്ന ഭരണി നക്ഷത്രക്കാർക്ക് 2026 നിരവധി അവസരങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് വിദേശ കമ്പനികളിൽ നിന്നോ ദൂരസ്ഥലങ്ങളിൽ നിന്നോ ഉള്ള ഓഫറുകൾ വരാം. തുടക്കത്തിൽ ശമ്പളം കുറവാണെങ്കിലും ലഭിക്കുന്ന ജോലി സ്വീകരിച്ച് അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സാങ്കേതിക വിദ്യ, മീഡിയ, ഗവേഷണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമുള്ള വർഷമാണിത്. 11ാം ഭാവത്തിലെ രാഹു സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു തരുമ്പോൾ 12ാം ഭാവത്തിലെ ശനി ചെലവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. വരുമാനത്തിൽ വലിയ കുറവ് അനുഭവപ്പെടില്ല. ശമ്പള വർധനവോ ബോണസോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമോ വഴി പണം കൈവശം വരും. ഷെയർ മാർക്കറ്റ്, ചിട്ടി, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ അത്യാഗ്രഹം ഒഴിവാക്കണം. കയ്യിൽ പണം നിൽക്കാൻ മടിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിത ചെലവുകൾ, വീടിന്റെ അറ്റകുറ്റപ്പണികൾ, വാഹനത്തിന്റെ മെയിന്റനൻസ്, ചികിത്സാ ചെലവുകൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി വലിയ തുക ചെലവഴിക്കാൻ പ്രവണത കാണിക്കും. ഇതിൽ നിയന്ത്രണം അത്യാവശ്യമാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ വർഷം അനുകൂലമാണ്. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. എന്നാൽ ആരെയും വിശ്വസിച്ച് വലിയ തുക കടം കൊടുക്കരുത്. കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടും. ലോണുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ലഭിക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ തിരിച്ചടവ് ശേഷി കൂടി കണക്കിലെടുത്ത് മാത്രമേ ബാധ്യതകൾ ഏറ്റെടുക്കാവൂ. 2026 മധ്യത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ കൂടുതൽ ഭദ്രത അനുഭവപ്പെടും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ബോധപൂർവമായ ശ്രമം വേണ്ടിവരുന്ന വർഷമാണ്. വിവാഹിതരായവർക്ക് 2026 ചെറിയ അസ്വാരസ്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ജോലി സംബന്ധമായ സമ്മർദ്ദം വീട്ടിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ വേണ്ടി വരും. പരസ്പരമുള്ള ആശയവിനിമയത്തിലെ കുറവ് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചേക്കാം. അതിനാൽ തുറന്ന സംസാരം ശീലമാക്കുക. എന്നാൽ വർഷത്തിന്റെ 2ാം പകുതിയിലെ ഗുരുസംക്രമണം കുടുംബത്തിൽ സമാധാനം തിരികെ തരും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. മാതാപിതാക്കളുമായുള്ള ബന്ധം ഗുണകരമായിരിക്കും. അമ്മയുടെ ആരോഗ്യത്തിൽ ചെറിയ ഉത്കണ്ഠകൾക്ക് സാധ്യതയുണ്ട്. എങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വരാതെ നോക്കണം. പ്രത്യേകിച്ച് സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ഉപദേശങ്ങൾ അവഗണിക്കരുത്. 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ അല്പം ഉത്കണ്ഠ ഉണ്ടാകാം. അവരുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. വിവാഹപ്രായമായ ഭരണി നക്ഷത്രക്കാർക്ക് 2026 അനുകൂലമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയേക്കാൾ 2ാം പകുതിയിലാണ് വിവാഹത്തിന് കൂടുതൽ യോഗം കാണുന്നത്. അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം. 7.5 ശനി തുടങ്ങുന്ന വർഷമായതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊട്ടും അശ്രദ്ധ പാടില്ല. വലിയ രോഗങ്ങളൊന്നും വരാനില്ലെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ നിങ്ങളെ അലട്ടിയേക്കാം.
12ാം ഭാവം പാദങ്ങളെ സൂചിപ്പിക്കുന്നതിനാൽ കാലുവേദന, ഉപ്പൂറ്റിവേദന, സന്ധിവേദന എന്നിവ അനുഭവപ്പെടാം. ദീർഘദൂര യാത്രകൾ നടുവേദനയ്ക്ക് കാരണമാകാം. കണ്ണിന് സംബന്ധിച്ച അസുഖങ്ങൾക്കും സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഭക്ഷണശീലങ്ങളിൽ ചിട്ട പാലിക്കണം. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലത്. ശനി 12ൽ നിൽക്കുമ്പോൾ ഉറക്കക്കുറവ് ഒരു പ്രധാന പ്രശ്നമായി മാറാറുണ്ട്. അനാവശ്യമായ ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ ഉറക്കത്തെ ബാധിച്ചേക്കാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് വളരെ ഗുണം ചെയ്യും. രാവിലെയും വൈകുന്നേരവും നടക്കാൻ പോകുന്നത് ശാരീരികവും മാനസികവുമായ ഉന്മേഷം നൽകും. വിദ്യാർത്ഥികൾക്ക് 2026 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. 5ാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യം ഏകാഗ്രത കുറവിനും പഠനത്തിൽ താല്പര്യക്കുറവിനും കാരണമായേക്കാം. എന്നാൽ ഗവേഷണ വിദ്യാർത്ഥികൾക്കും സയൻസ്, കണക്ക് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം സഫലമാകും. ആത്മീയ കാര്യങ്ങളിൽ ഭരണി നക്ഷത്രക്കാർക്ക് താല്പര്യം വർദ്ധിക്കുന്ന വർഷമാണിത്. മനസ്സിന്റെ സമാധാനത്തിനായി തീർത്ഥാടനങ്ങൾ നടത്താൻ ആഗ്രഹിക്കും. ക്ഷേത്ര ദർശനം, പൂജകൾ എന്നിവ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കും. ധ്യാനവും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഈ വർഷത്തെ വെല്ലുവിളികളെ നേരിടാൻ ശക്തി നൽകും. വർഷത്തിന്റെ തുടക്കത്തിൽ ജനുവരി മുതൽ മാർച്ച് വരെ അല്പം മന്ദഗതിയിലായിരിക്കും കാര്യങ്ങൾ. സാമ്പത്തിക കാര്യങ്ങളിൽ പ്ലാനിംഗ് ആവശ്യമാണ്. ജോലിയിൽ സമ്മർദ്ദം അനുഭവപ്പെടാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം മാറ്റങ്ങളുടെ സമയമാണ്. പുതിയ അവസരങ്ങൾ തേടിയെത്തും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റ ഉത്തരവുകൾ ലഭിക്കാം. വിദേശയാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം വ്യാഴത്തിന്റെ അനുകൂലമായ മാറ്റങ്ങൾ കാരണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാം. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. മാനസികമായി കൂടുതൽ കരുത്ത് അനുഭവപ്പെടും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ വർഷാവസാനം സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ചെലവുകൾ വർദ്ധിക്കും. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയം. കൃത്യമായ സാമ്പത്തിക ബഡ്ജറ്റ് ഉണ്ടാക്കി ജീവിക്കുക. ഇൻഷുറൻസ് പോളിസികൾ കൃത്യമായി പുതുക്കുക. ദിവസവും അല്പനേരം വ്യായാമത്തിനോ യോഗയ്ക്കോ വേണ്ടി മാറ്റിവെക്കുക. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുക. അവരുടെ അനുഗ്രഹം വാങ്ങുക. ജോലിസ്ഥലത്ത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ജാമ്യം നിൽക്കുകയോ വലിയ തുക കടം കൊടുക്കുകയോ ചെയ്യരുത്. നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടരുത്. അമിത വേഗതയിൽ വാഹനം ഓടിക്കരുത്. രാത്രി വൈകിയുള്ള യാത്രകൾ ഒഴിവാക്കുക. സോഷ്യൽ മീഡിയയിൽ വിവാദപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക. ഏഴര ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും രാഹുവിന്റെയും വ്യാഴത്തിന്റെയും ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വീട്ടിലിരുന്ന് അയ്യപ്പ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുക. നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ഉത്തമം. ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഭരണി നക്ഷത്രത്തിന്റെ ദേവത ഭദ്രകാളി ആയതിനാൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ദോഷങ്ങൾ അകറ്റും. ശനിയാഴ്ചകളിൽ അഗതികൾക്കോ ഭിന്നശേഷിക്കാർക്കോ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് ശനിദോഷത്തിന് ഏറ്റവും വലിയ പരിഹാരമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അകലാൻ ദിവസവും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ 2026 ഭരണി നക്ഷത്രക്കാർക്ക് ഭയപ്പെടേണ്ട വർഷമല്ല, മറിച്ച് ജാഗ്രതയോടെ ജീവിക്കേണ്ട വർഷമാണ്. ശനി ചില ചിലവുകളും അലച്ചിലുകളും തരുമെങ്കിലും അത് നിങ്ങളെ കൂടുതൽ പ്രായോഗിക ബുദ്ധിയുള്ളവരാക്കി മാറ്റും. കരിയറിലെ മാറ്റങ്ങളെ പോസിറ്റീവായി കാണുക. സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ 2026 നിങ്ങൾക്ക് മികച്ച വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷമായി മാറും. വിദേശയാത്ര, പുതിയ വീട്, വാഹനം തുടങ്ങിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക. എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും എല്ലാ നന്മകളും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു.